എൻ്റെ 11 വർഷത്തെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എക്സ്പീരിയൻസ്. അതായത് പണ്ട് ഈ ഇൻഡസ്ട്രി എങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പം ഈ ഇൻഡസ്ട്രി എങ്ങനെയാണ്, അതിലൂടെ ജീവിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് വൺ ബൈ വൺ ആയിട്ട് ഈ മാർക്കറ്റിങ്ങും അതേപോലെ തന്നെ സെയിൽസിൻ്റെ ആളുകളും വരുത്തിക്കൊണ്ടിരിക്കുന്ന മിസ്റ്റേക്സിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് വൺ ഓഫ് സീരീസ് ഓഫ് വീഡിയോസ് പോലെ കൊണ്ടുപോകണം എന്നാണ് കരുതിയിട്ടുള്ളത്. ഇതിൽ പ്രത്യേകിച്ച് ഒരു ഹുക്ക് കൊടുത്തിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ടോ ഇതിനെ ഒരു കുറച്ച് റീച്ച് കൂട്ടണം എന്നൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഒരു സംതിങ് ഡയറി പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു സംഭവം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പല ആളുകളും മാർക്കറ്റിങ്ങിന് സെയിൽസായിട്ടും സെയിൽസിനെ മാർക്കറ്റിംഗ് ആയിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്പർ വൺ മിസ്റ്റേക്ക്. അതായത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എനിക്കാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ കുറിച്ചിട്ട് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, ദാറ്റ്സ് ഓൾ. അവിടെ കഴിഞ്ഞു. അത് സെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു 1-to-1 ടോക്കാണ്, അല്ലെങ്കിൽ 1-to-1 ഒരു ഒരു കോൺവെർസേഷനാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് അവയർനെസ് ക്രിയേറ്റ് ചെയ്ത പേഴ്സൺ, അയാൾക്ക് മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായത് മുതൽ അയാൾ നടത്തുന്ന കോൺവെർസേഷൻ ആ സെയിൽസ് പേഴ്സണോട് നടത്തുന്ന കോൺവെർസേഷനാണ്. ഈ ഒരു ഡിഫറൻസ് അറിയാണ്ടാണ് പല ആളുകളും ഇൻഡസ്ട്രിയിൽ സ്റ്റിൽ ഇപ്പോഴുള്ളത്. ഓക്കെ, പിന്നെ ഇതിലൊരു ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തൊരു ഇൻഡസ്ട്രിയാണ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഇൻഡസ്ട്രിയാണ്. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോർ ടു സർവീസ് പോലെ, അതായത് ഒരു B2B ആയിരിക്കും. നമ്മളെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, നമ്മൾ ബിസിനസ്സുകാരനെ കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്നു, ഇതിൻ്റെ ബെനിഫിറ്റ് പറയുന്നു, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓർഡർ എടുക്കുന്നു. ഇത് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ കാണാൻ പറ്റുന്ന ഒന്നെങ്കിൽ മാർക്കറ്റിംഗ്, ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നു, പല രീതിയിൽ ഡീറ്റെയിൽ ചെയ്യുന്നു, ഓഫ്ലൈനായി ചെയ്യുന്നു. ഒരു സെയിൽസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ടെലിഫോണിക്കായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ വാട്സപ്പിലൂടെ, ചിലപ്പോൾ അത് വെബ്സൈറ്റ് ത്രൂ, ചിലപ്പോൾ അത് ഡയറക്റ്റ് 1-to-1 ആയിട്ടായിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാക്കിയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.